നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ പ്രധാനമായ നീക്കങ്ങൾ നടക്കുന്ന സമയമാണിത്. ഇപ്പോൾ ഹ്യൂമിൻസൺ LAFC പോകുന്നു, ഏതാണ്ട് ഡണ്ടിയിലായിരിക്കുന്നു. അതുപോലെ ജാവോ പലീഞ്ഞ ബയൺ മ്യൂണിക്ക് വിട്ട് ലോണിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഡാർവിൻ ന്യൂനസിനെ കൊണ്ടുപോകാനുള്ള അൽ ഹിലാലിൻ്റെ ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു. അലയാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിലേക്ക് ചേരാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിർണായകമായ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സുപ്രധാനമായ ചില ട്രാൻസ്ഫർ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഒഫീഷ്യലായിട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, അതായത് ഫബ്രീസിയോയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഹിയർ വി ഗോ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഹ്യൂമിൻസണ്ണിൻ്റേതാണ്. LAFC അദ്ദേഹം ചേക്കേറും. എന്നാലും ബെൻ ജേക്കബ്സ് അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതായത് എല്ലാം ഡണ്ണായിട്ടുണ്ട്, ഇനി ഫൈനലൈസേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. ഹ്യൂമിൻസണ്ണ് LAFC പോകുന്നു. വെർബൽ എഗ്രിമെൻറ്റ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സണ്ണ് ഇപ്പം അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു ടോട്ടൻഹാം ഹോട്ട്സ്പറിനോടൊപ്പം അവരുടെ പ്രീ സീസൺ മത്സരം കളിക്കാൻ വേണ്ടി പോയിരുന്നത്. ഇനി അദ്ദേഹം UK മടങ്ങുന്നില്ല. ഫൈനൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ US പോകും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഹ്യൂമിൻസൺ ഇതാ പ്രീമിയർ ലീഗ് വിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ വിട്ട് MLS ചേക്കേറുന്നു. മറ്റൊരു പ്രധാന വാർത്ത ഡാർവിൻ ന്യൂനസുമായി ബന്ധപ്പെട്ടാണ്. ഡാർവിൻ ന്യൂനസിനെ അൽ ഹിലാൽ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനെക്കുറിച്ച് വാർത്തകളുണ്ട്, നമ്മളത് വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡാർവിൻ ന്യൂനസ് അതിൽ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡീല് ഓക്കെ ആവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തെളിയുന്നു. നോക്കാം നമുക്ക്. ഫബ്രീസിയോ റൊമാനോ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്, ഡാർവിൻ ന്യൂനസ് അൽ ഹിലാൽ സ്റ്റോറി ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. അൽ ഹിലാൽ മാനേജർ സിമോൺ ഇൻസാഗിക്ക് ഡാർവിൻ ന്യൂനസിനെ എത്രയും പെട്ടെന്ന് ടീമിലേക്ക് വേണം. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ടാർഗറ്റായിട്ടാണ് ഡാർവിൻ ന്യൂനസിനെ കാണുന്നത്. ലിവർപൂൾ എന്തായാലും ഡാർവിന് പോകണമെങ്കിൽ പോകാം എന്ന നിലപാടിൽ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഫോമൽ ബിഡ് എത്തിയിട്ടില്ല. എങ്കിലും ആ ഒരു മൂവ് നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൽ നസർ ബയൺ മ്യൂണിക്കിൻ്റെ താരം കിം മിൻ ജെയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു. ആ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ജൂൺ മാസത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ ചർച്ചകൾ അത്ര നല്ല രൂപത്തിലല്ല പുരോഗമിക്കുന്നത്. കാരണം അൽ നസർ മറ്റൊരു ടോപ്പ് ടാർഗറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. ഒരു പക്ഷേ കിം മിൻ ജെയ് അൽ നസറിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ മങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ളൊരു വിവരം ജാവോ പലീഞ്ഞയുടേതാണ്. നമ്മളിന്ന് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ജാവോ പലീഞ്ഞയെ ഇപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പർ സ്വന്തമാക്കുന്നത് ലോണിലാണ്. തുടക്കത്തിൽ ലോണിലാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ വാങ്ങാം. 30 മില്യൺ യൂറോ ആണ് ബൈയിങ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നല്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ആ തരത്തിലുള്ള ഒരു ഡീലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അലയാൻഡ്രോ ഗർനാച്ചോയുടേതാണ്. ഗർനാച്ചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ റൂബൻ അമോറിം മാധ്യമങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞത് അതാണ്. ഗർനാച്ചോ വളരെ ടാലൻറ്റഡാണ്, ചിലപ്പോൾ കാര്യങ്ങൾ വർക്ക് ഔട്ട് ആവില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ലീഡർഷിപ്പിന് കീഴിൽ കളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിടത്ത് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഗർനാച്ചോ യുണൈറ്റഡിൽ നിൽക്കുന്നില്ല. അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചെൽസി ആവട്ടെ സാവി സിമോൺസിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനലൈസേഷൻ വരുത്തിയതിന് ശേഷം മാത്രം ഈ ഡീലിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ചെൽസി കഴിഞ്ഞ ദിവസം തന്നെ ജോറൽ ഹാറ്റോയുടെ കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത 4 വർഷത്തേക്കാണ് അദ്ദേഹം ക്ലബിലേക്ക് എത്തുന്നത്. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ചെൽസിയിലേക്ക് എത്താൻ പറ്റിയതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ബെസ്റ്റ് പ്ലേസ് ആണ് എന്ന് ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒറ്റാവിയോയുടേതാണ്. ഒറ്റാവിയോയുടെ കാര്യത്തിൽ അദ്ദേഹം അൽ നസർ വിട്ടു പോകുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. അൽ ഖാദിസിയയിലേക്ക് അദ്ദേഹത്തിന് ഓഫറുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പോവാതെ, ദമ്മാമിലേക്ക് പോവാതെ ഇപ്പം അദ്ദേഹം ശ്രമിക്കുന്നത് റിയാദിൽ തന്നെ നിൽക്കാനാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ചില സൗദി അറേബ്യൻ മാധ്യമങ്ങളാണ് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. റിയാദിൽ തന്നെയുള്ള മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നാണ്
ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ നഗരത്തിൽ തന്നെ നിൽക്കുക, അതായത് അൽ നസറിൻ്റെ നഗരവൈരികളോട് അദ്ദേഹം ചേരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. അൽ ദിരിയയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ മുന്നിലുള്ളത്. അദ്ദേഹം അങ്ങോട്ടേക്ക് സൈൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് സൗദി അറേബ്യൻ സോഴ്സുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ സാവി സിമോൺസിൻ്റെ കാര്യമാണ്. RB ലീപ്സിഗ് സാവി സിമോൺസിനെ ചെൽസിക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ ഒരു താരത്തെ അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് ടാരിക് ജോർജിനെ സ്വന്തം തരണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അത് ഫബ്രിസിയോ റൊമാനോ എക്സ്ക്ലൂസീവായിട്ട് റിവീൽ ചെയ്തിരുന്ന കാര്യമാണ്. സോ ഇത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അത് സെയിം ഡീൽ എന്ന രൂപത്തിലല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അങ്ങനെ താരത്തെ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്തായിരിക്കും ചെൽസിയുടെ തീരുമാനം എന്നുള്ളത് കൂടി ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ കാര്യത്തിൽ ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല. അദ്ദേഹം ബാഴ്സയിൽ തന്നെ തുടരും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പിന്നെ ബ്രസീലിയൻ യുവതാരം റെയ്നിയർ ജീസസ് റയൽ മാഡ്രിഡ് വിടുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഫ്രീ ട്രാൻസ്ഫറിൽ അത്ലറ്റിക്കോ MGയിലേക്ക് ചേക്കേറുകയാണ്. 50 മില്യൺ സെലോൺ ക്ലോസ് റയൽ മാഡ്രിഡിന് ഈ ഒരു താരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽവരോ മൊറാറ്റയുടെ കാര്യം. ആൽവരോ മൊറാറ്റ ഇപ്പോൾ കോമോയിലേക്ക് ചേരാൻ വേണ്ടി നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കോമോ പക്ഷേ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അവർ ഗ്രീൻ ലൈറ്റ് ആൽവരോ മൊറാറ്റ ഡീൽ അവർക്ക് ലഭിക്കുമെന്ന് നെഗോസിയേഷൻസൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയതാണ്. ഓൾറെഡി മൊറാറ്റയുമായിട്ട് അവർക്ക് എഗ്രിമെൻറ്റുമുണ്ട്, AC മിലാനുമായിട്ട് എഗ്രിമെൻറ്റുമുണ്ട്. പക്ഷേ ഗാലറ്റസറായിട്ട് ഒരു ഗ്രീൻ ലൈറ്റ് കൂടി കിട്ടണം, അവർക്ക് കോമ്പൻസേഷൻ ഫീ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ഇതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ബാക്കി വരുന്ന മുറക്ക് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.